റേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയിലെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഏകദേശം 12-ാം നൂറ്റാണ്ട് വരെ ഈ വിവാഹം എന്നുള്ളത് അറിയപ്പെട്ടിരുന്നത് ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ്. കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ കരാറാണ്. ചിലപ്പോൾ മക്കളില്ലാതെ വന്നു കഴിയുമ്പോൾ ഭർത്താവിൻ്റെ കുറ്റമാണെന്ന് ഭാര്യ പറയും, ഭാര്യയുടെ കുറ്റമാണെന്ന് ഭർത്താവ് പറയും. അല്ലെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചത് എന്തെങ്കിലും ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ അത് ലഭിക്കാതെ പോകുന്ന നിന്റെ കുറ്റം കൊണ്ടാണെന്ന് പറയും. അങ്ങനെയൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തി ജീവിക്കുന്ന ഒരു ദാമ്പത്യം വന്നു കഴിഞ്ഞാൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യമല്ല. പക്ഷെ രണ്ട് വീട്ടുകാർക്ക് അറിയായിരുന്നു, പക്ഷെ ഇവൾക്ക് മാത്രം അറിയില്ല. പക്ഷെ എല്ലാവരും ഉറപ്പിച്ചു. പ്രശ്നം കിടക്കുന്നത് ഇവൾ കല്യാണം കഴിച്ച, വിവാഹം കഴിച്ച ഭർത്താവിന്, ആ പയ്യന് ബുദ്ധിമാന്യമുള്ളൊരു പയ്യനായിരുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ബുദ്ധിമാന്യമുള്ളൊരു പയ്യനാണ്. വിവാഹമെന്ന കുദാശയിലൂടെ ഏകശരീരമായി തീർന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും എക്കാലത്തേക്കും സഭയെ സംബന്ധിച്ച് ഏകശരീരമാണ്, ദൈവത്തെ സംബന്ധിച്ച് ഏകശരീരമാണ്. ഇന്ന് നമ്മോടൊപ്പമുള്ള വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫാദർ ആൽഫിൻ മണവാളൻ, ഫാദർ ജോസഫ് ഓണാട്ട്, ഫാദർ ജോസ് തയ്യിൽ, ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ. ഇന്ന് നമ്മൾ ഈ ഒരു വേള ചിന്തിക്കുന്നതും ധ്യാന വിഷയമാക്കുന്നതും വിവാഹമെന്ന കൂദാശയിലൂടെ ദൈവം കുടുംബജീവിതത്തിലേക്ക് എടുത്തുയർത്തിയ ഭാര്യാഭർത്താക്കന്മാരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചാണ്. 2 ലക്ഷ്യങ്ങളാണ് കത്തോലിക്കാ തിരുസഭ കുടുംബജീവിതത്തോട് ചേർത്ത് വെക്കുന്നത്. സ്നേഹം നൽകാനും ജീവൻ നൽകാനും 2 ലക്ഷ്യങ്ങൾ. ഈ 2 ലക്ഷ്യങ്ങളും തുല്യ പ്രാധാന്യത്തോടുകൂടി സഭ കരുതുകയും നോക്കിക്കാണുകയും ചെയ്യുന്ന 2 ലക്ഷ്യങ്ങൾ: സ്നേഹം നൽകാനും ജീവൻ നൽകാനും. ഈ ഒരു വേള, ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നു സ്നേഹം നൽകാൻ എന്ന സഭയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച്. ഭാര്യ ഭർത്താക്കന്മാർ എപ്രകാരം സ്നേഹിക്കണം, എപ്രകാരം കുടുംബജീവിതത്തിൽ സ്നേഹം നിലനിർത്തണം എന്ന് നമ്മൾ ഈ ഒരു വേള ധ്യാന വിഷയമാക്കുന്നു. അച്ഛൻ 2 ലക്ഷ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതിന് നമ്മൾ ആദ്യം ചിന്തിക്കാൻ പോകുന്നത്, അച്ഛൻ പറഞ്ഞു, സ്നേഹത്തെ കുറിച്ചാണ്. ഇപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ഈ 2 ലക്ഷ്യങ്ങളും ഒരേപോലെയാണെന്ന് പറയുന്നു. സഭയ്ക്ക് അങ്ങനെ ഏതാണ് കൂടുതൽ പ്രധാനം എന്നുള്ളത്. അത് സഭയുടെ ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാകാം. സഭയുടെ ചരിത്രത്തിൽ ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിനായിരുന്നു. അതിനൊരു കാരണമുണ്ട്. അന്നെല്ലാം ലൈംഗികതയെ ഒരു പാപമായിട്ട് കണ്ടിരുന്ന ഒരു കാലമാണ്. ലൈംഗികത എന്നൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പോലും താല്പര്യമില്ല. ലൈംഗികത എന്ന് പറയുമ്പം അതൊരു പാപത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. അഗസ്റ്റിന്റെ ചിന്താഗതിയിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. ഏകദേശം 12-ാം നൂറ്റാണ്ട് വരെ ഈ വിവാഹം എന്നുള്ളത് അറിയപ്പെട്ടിരുന്നത് ഒരു കോൺട്രാക്റ്റ് ആയിട്ടാണ്. കോൺട്രാക്ട് എന്ന് പറയുമ്പം കരാറാണ്. അപ്പൊ ആ കരാറിന്റെ ഒരു പ്രത്യേകത എന്താ? ഈ കരാറിൽ നിന്ന് ഒരാൾക്ക് എപ്പോൾ വേണമെങ്കിലും പിന്മാറാൻ സാധിക്കും. ആ കരാറിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചില്ലെങ്കിൽ പിന്മാറാൻ സാധിക്കും. പക്ഷെ സഭയ്ക്ക് പിന്നീട് മനസ്സിലായ ഒരു കാര്യമാണ്, ഈ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക അത് എങ്ങനെയാണ്? അത് സ്നേഹത്തിൽ നിന്നും വരുന്നതായിരിക്കണം. അപ്പോൾ സ്നേഹത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അങ്ങനെയാണ് സഭ ഈ 12-ാം നൂറ്റാണ്ടിന് ശേഷം സഭ മാറി ചിന്തിക്കാൻ തുടങ്ങി. പിന്നീട് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലേക്ക് വരുമ്പോഴാണ് ഈ 2 ലക്ഷ്യങ്ങളിൽ ഒന്ന് വളരെയധികം പ്രധാനമുള്ളതും മറ്റ് അപ്രധാനമുള്ളതും മാറ്റി 2ഉം ഒരുപോലെ പ്രാധാന്യമുള്ളതാക്കി മാറ്റി. ഏത്? സ്നേഹവും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുക എന്നുള്ളതും. ഈ 2-ാം വത്തിക്കാൻ കൗൺസിൽ അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ടിന് ശേഷം, വത്തിക്കാൻ കൗൺസിൽ വരുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. 12-ാം നൂറ്റാണ്ടിന് ശേഷമാണ് സഭ മാറി ചിന്തിക്കുന്നത്. ഇത് ഒരു കരാറല്ല, കോൺട്രാക്റ്റ് അല്ല, ഇതൊരു കവനന്റ് ആണ്, ഉടമ്പടിയാണ്. അതായത് ദൈവം, നമുക്കറിയാം ഉടമ്പടി എന്ന് പറയുമ്പം നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പഴയ നിയമത്തിലെ ദൈവം മനുഷ്യനുമായി വെച്ച ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിൽ നിന്നും ദൈവം ഒരിക്കലും പിന്മാറുന്നില്ല. കാര്യം ഉടമ്പടിയിൽ നിന്ന് പിന്മാറാൻ സാധിക്കുന്നില്ല. അത് എക്കാലത്തേക്കുമുള്ള ഉടമ്പടിയാണ്. അതുകൊണ്ടാണ് ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുന്നതെല്ലാം. ഇതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധം എന്നുള്ളതും ഒരു ഉടമ്പടിയാണ്, കവനന്റ് ആണ്. അപ്പൊ ആ ഉടമ്പടിയെ എന്താണ് പിടിച്ചു നിർത്തേണ്ടത്? സ്നേഹമാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പ പറയുന്നത് ദ സോൾ ഓഫ് മാരേജ് ഈസ് ലവ്. വിവാഹത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് സ്നേഹമാണ്. ഈ സ്നേഹത്തിൽ നിന്നും വരുന്ന ഫലമാണ് കുട്ടികൾ എന്നുള്ളത്. ഇതിൽ നിന്നാണ് പിന്നീട് സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ വരുമ്പം സ്നേഹത്തെയാണ് അവര് വിവാഹത്തിന്റെ മധ്യ കൊണ്ടുവെക്കുന്നത്.
ദ സെന്റർ ഓഫ് മാരേജ് ഇസ് ലവ്. ഈ ലവ് ആണ് എല്ലാവരെയും പിടിച്ചു നിർത്തേണ്ടത്. നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു കുടുംബം ഏതാന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന ഒരു കുടുംബമാണ്. വിവാഹം കഴിഞ്ഞ് ആദ്യ മാസത്തിൽ തന്നെ ഭർത്താവിന് ഗുളിയൻ ബാരി സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അസുഖം വരുവാണ്. ആ അസുഖത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പനി വരുന്നു, പനിയാണ് സിംറ്റമായിട്ട് വരുന്നത്. പക്ഷെ വൈകാതെ കാലിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ തളർന്നു പോവുകയാണ്. ആ മനുഷ്യൻ അങ്ങനെ തളർന്നു പോയി, പതുക്കെ റിക്കവർ ചെയ്തു. പക്ഷെ റിക്കവർ ചെയ്തപ്പോഴും പൂർണ്ണമായ റിക്കവറി വന്നില്ല. ഏകദേശം ഒരു 50% ആള് തളർന്നു തന്നെ പോയി. അതായത് ഒരു നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ ആ മനുഷ്യന് ഇനി പറ്റില്ല. പക്ഷെ ഈ ഭാര്യ തീരുമാനിച്ചു, ദൈവം തന്ന ജീവിത പങ്കാളിയാണ്, ഈ ജീവിത പങ്കാളി പാതി തളർന്നാലും എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നത് പോലെ സ്നേഹിക്കും. അപ്പം ജീവിതത്തിന്റെ നമുക്കറിയാം രണ്ടാമത്തെ ലക്ഷ്യം അവിടെ സാധ്യമാകില്ല, കാര്യം പാതി തളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇന്ന് ഏകദേശം 20 വർഷം കഴിഞ്ഞ ഒരു വിവാഹം കഴിഞ്ഞ് മനോഹരമായ ഒരു ജീവിതമാണ്. അത്രയ്ക്ക് സ്നേഹം. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഭ പഠിപ്പിക്കുന്നതും വിവാഹത്തെ പിടിച്ചു നിർത്തുന്നത്, വിവാഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്താണ്? സ്നേഹം എന്നുള്ളതാണ്. നമ്മൾ വിവാഹത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. സ്നേഹം നൽകാനും ജീവൻ നൽകാനും. ഈ സ്നേഹം നൽകാൻ എന്നുള്ള ഒരു ആസ്പെക്റ്റാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്നിപ്പോൾ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പഴയ നിയമത്തിൽ ഒരു കുടുംബത്തിന്റെ കഥ പറയുന്നുണ്ട്. അത് സാമുവേൽ പ്രവാചകന്റെ കുടുംബത്തിന്റെ കഥയാണ്. അവിടെ എൽക്കാന എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് 2 ഭാര്യമാര്, ഹന്നായും പെനീനായും. വചനത്തിൽ പറയുന്നു, പെനീനായ്ക്ക് മക്കൾ ഉണ്ടായിരുന്നു, ഹന്നായ്ക്ക് മക്കൾ ഉണ്ടായിരുന്നില്ല, അവൾ വന്ധ്യയായിരുന്നു. അപ്പോൾ ഈ പെനീനായും അവളുടെ മക്കളും എപ്പോഴും ഹന്നായെ കളിയാക്കിയിരുന്നു. മക്കളില്ലാത്തതിന്റെ പേരിൽ പെനീന പലപ്പോഴായിട്ട് ഇവളെ ശകാരിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്നു. ഈ സമയത്ത് ഇവളെ സങ്കടപ്പെടുകയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്ന സമയത്ത് ഈ എൽക്കാന വന്നിട്ട് അവളോട് പറയുന്ന ഒരു വചനമുണ്ട്. ആ വചനം ഇപ്രകാരമാണ്: ഭർത്താവായ എൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, എന്തിനാണ് നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത്? എന്തിനു ദുഃഖിക്കുന്നു? ഞാൻ നിനക്ക് 10 പുത്രന്മാരിലും ഉപരിയല്ലേ? ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്നേഹിക്കുക എന്നുള്ളതാണ്. പുത്രന്മാരില്ലെന്നുണ്ടെങ്കിലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, 10 പുത്രന്മാരെക്കാളേറെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ ഈ ഒരു ഭർത്താവ് പറയുകയാണ്. അതാണ് നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നതും. ഇന്ന് നമ്മൾ വിവാഹം എന്ന കവനന്റിൽ ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി 2 ദീപങ്ങളുടെ മുൻപിൽ നിന്ന് വൈദികനെ ഒക്കെ, പ്രധാന കാർമ്മികനായിട്ടുള്ള വൈദികന്റെ ഒക്കെ മുൻപിൽ, ആൾത്താരയുടെ മുൻപിൽ നമ്മൾ എടുക്കുന്ന പ്രതിജ്ഞ എന്താണ്? ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞങ്ങൾ ഒരുമിച്ച് നിന്നോളാം. ഈ ഒരു പ്രതിജ്ഞ എടുക്കുന്ന കുടുംബസ്ഥരായിട്ടുള്ള, അല്ലെന്നുണ്ടെങ്കിൽ ദമ്പതികൾ പലപ്പോഴും ഇത് മറന്നു പോവുകയാണ്. ചെറിയ സങ്കടം വരുമ്പോൾ, ചില രോഗം വരുമ്പോൾ, ചിലപ്പോൾ മക്കളില്ലാതെ വന്നു കഴിയുമ്പോൾ ഭർത്താവിൻ്റെ കുറ്റമാണെന്ന് ഭാര്യ പറയും, ഭാര്യയുടെ കുറ്റമാണെന്ന് ഭർത്താവ് പറയും. അല്ലെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിച്ചതെന്തെങ്കിലും ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ അത് ലഭിക്കാതെ പോകുന്ന നിന്റെ കുറ്റം കൊണ്ടാണെന്ന് പറയും. അങ്ങനെയൊക്കെ പരസ്പരം കുറ്റപ്പെടുത്തി ജീവിക്കുന്ന ഒരു ദാമ്പത്യം വന്നു കഴിഞ്ഞാൽ അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ദാമ്പത്യമല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, അവരുടെ സങ്കടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ പോലും ഈ മാതാപിതാക്കള് പരസ്പരം ആശ്വസിപ്പിച്ചും സ്നേഹിച്ചും പങ്കുവെച്ചും, സങ്കടങ്ങൾ പോലും പങ്കുവെച്ചും ചിലപ്പോഴൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ട്. പകല് വലിയ പ്രതിസന്ധിയൊക്കെ ആയിരിക്കും, പക്ഷെ രാത്രിയിൽ അവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചതിനൊക്കെ ശേഷം പ്രഭാതത്തിൽ ഉണർന്നു വന്നു കഴിയുമ്പോൾ അവർ സന്തോഷവാന്മാരാണ്, അപ്പനും അമ്മയും. അതിൻ്റെയൊക്കെ കാരണം അവർ ഈ പങ്കുവെക്കുന്നതാണ്. ദുഃഖവും സന്തോഷവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളത് പങ്കുവെച്ച് ജീവിക്കുമ്പോഴാണ് ഒരു ദാമ്പത്യം, അത് സ്നേഹം ഏകുക എന്നുള്ള ദൗത്യം പൂർത്തിയാക്കുന്നത്. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പോ യുവജനങ്ങളൊക്കെ ചിന്തിക്കുന്ന രീതി എന്ന് പറഞ്ഞാല്, ഇപ്പോൾ കല്യാണത്തിൽ വിവാഹ ജീവിതത്തിലോട്ടൊക്കെ പ്രവേശിക്കുമ്പോൾ ഇത് നടക്കുമോ, ഇതൊക്കെ എങ്ങനെ സാധ്യമാവും എന്നുള്ള ചിന്തയാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതും നമ്മുടെ കുട്ടികൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവമാണ് ഇത് ഒരുക്കിയതെങ്കിൽ അവൻ തന്നെ എല്ലാം നന്മയാക്കി മാറ്റും എന്നുള്ളതാണ്. അതായത് ഒരു ഉദാഹരണം പറയാം. നമുക്ക് ഈ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന കുറേ ജീവിതങ്ങളുണ്ട്. ആ ജീവിതമൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിക്കും അവരത് ഏറ്റെടുത്ത് ജീവിക്കുന്നവരാണ്. ഒരു പെൺകുട്ടിയുടെ ഉദാഹരണമാണ്. അവൾ വളരെ സ്വപ്നത്തോടുകൂടെ, പ്രതീക്ഷയോടുകൂടെ വിവാഹത്തിനായിട്ട് ഒരുങ്ങി വീട്ടുകാരാണ് ആലോചിച്ചത്. പക്ഷേ അതിൻ്റെ പ്രശ്നം കിടക്കുന്നത്, വീട്ടുകാർ ഒരു സത്യം ഒളിച്ചു വെച്ചു. അത് ഇവളുടെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും
ഒളിപ്പിച്ചു വെച്ചു. പക്ഷേ 2 വീട്ടുകാർക്ക് അറിയായിരുന്നു, പക്ഷേ ഇവൾക്ക് മാത്രം അറിയില്ല. പക്ഷെ എല്ലാവരും ഉറപ്പിച്ചു. പ്രശ്നം കിടക്കുന്നത് ഇവൻ വിവാഹം കഴിച്ച ഭർത്താവിന്, ആ പയ്യന് ബുദ്ധിമാന്യമുള്ളൊരു പയ്യനായിരുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ ഒരു കുഴപ്പമില്ല, പക്ഷെ ബുദ്ധിമാന്യമുള്ളൊരു പയ്യനാണ്. അപ്പോൾ അവൻ വളരെ ശകാരിക്കാൻ തുടങ്ങുന്നു, തെറി പറയുന്നു, മദ്യപിച്ചു വന്ന് അടിക്കുന്നു, തൊഴിവുകൾ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ നടുവിൽ നമ്മൾ മടുത്തെല്ലാം അവസാനിപ്പിക്കാനും ഡിവോഴ്സിനായിട്ടൊക്കെ തയ്യാറെടുക്കുന്ന സമയത്ത് അവളൊരു വചനം അവളെ സ്ട്രൈക്ക് ചെയ്യുന്ന കാര്യം, അത് ജോസഫിൻ്റെ കാര്യം. ഉൽപ്പത്തിയിൽ നമ്മൾ പൂർവ്വ യോസെഫിനെ കാണുന്നിടത്ത് ജോസഫിൻ്റെ സഹോദരങ്ങൾ ഇവനെ പറ്റിച്ചു. തിരിച്ചു വരുന്ന സമയത്തൊക്കെ ജോസഫ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നോട് തിന്മ ചെയ്തെങ്കിലും എൻ്റെ ദൈവം എനിക്കെല്ലാം നന്മയാക്കി മാറ്റി എന്ന് പറയുന്നു. നന്മയാക്കി മാറ്റി. എന്നിട്ട് അവളൊരു ധ്യാനമൊക്കെ കൂടുന്നുണ്ട്. ആ ധ്യാനത്തിന് ശേഷമൊക്കെ അവളുടെ കിട്ടിയൊരു ചിന്ത എന്ന് പറയുന്നത്, ഒരുപാട് വൈദികര് ഒന്നും പ്രതീക്ഷിക്കാതെ കുടുംബം വിട്ട് സെമിനാരി ചേർന്ന് അച്ഛനായി ലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ഒരുപാട് സിസ്റ്റേഴ്സ് എല്ലാം വിട്ടെറിഞ്ഞ് ഒട്ടും പ്രതീക്ഷിക്കാതെ ലോകത്തിന് വേണ്ടി പണിയെടുക്കുന്നുണ്ട്, ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, ദൈവത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ്, ഞാനിതുപോലെ ആ കുടുംബത്തിൽ എന്നെ കുടുംബക്കാരെല്ലാം പറ്റിച്ചെങ്കിലും എനിക്ക് പറ്റാത്തൊരു ഇടമാണെങ്കിലും ഞാൻ ഇതുപോലെ വൈദികനെ പോലെ ഒരു സമർപ്പിതയെ പോലെ ഒന്നും പ്രതീക്ഷിക്കാതെ ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഇന്ന് മുതൽ പണിയെടുക്കാൻ പോവാണ്, ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവൾ ഇറങ്ങിത്തിരിക്കുക. അപ്പോൾ ഒരു പുതിയ ബോധ്യത്തിലോട്ട് വരുന്നു, അവൾ ഇറങ്ങിത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഈ സ്നേഹം കിടക്കുന്ന അവിടെയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിത്തിരിക്കുന്നിടത്ത് ദൈവം എല്ലാം മെച്ചപ്പെടുത്തിക്കോളും, ദൈവം എല്ലാം പരിഹരിച്ചോളും എന്നുള്ളൊരു ചിന്ത നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പുരോഹിതര് ബലിപീഠത്തിൽ നിന്ന് ബലിയർപ്പിക്കുന്നത് പോലെ തന്നെയാണ് കുടുംബസ്ഥര് അവരുടെ കുടുംബത്തിൽ അവർക്കുണ്ടാകുന്ന സങ്കടങ്ങൾ. ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ പറഞ്ഞില്ലേ, അവൾക്കുണ്ടായ സങ്കടമായിരുന്നത്. പക്ഷെ ഈ സങ്കടങ്ങൾ അവളൊരു ബലിയായിട്ട് കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോൾ വിശുദ്ധ കുർബാനയെ പോലെ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ബലിയായിട്ടാണ് അവളത് സമർപ്പിച്ചത്. ദൈവം അത് സ്വീകരിച്ചു. നമ്മൾ ഈ സാമുവേലിന്റെ പുസ്തകത്തിൽ അത് പറഞ്ഞത് കണക്ക് എൽക്കാന അല്പം വന്ധ്യയായിട്ടുള്ള കുറവുള്ള ആ ജീവിത പങ്കാളിയെ 10 പുത്രന്മാരെക്കാൾ അധികം സ്നേഹിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവർക്ക് നൽകിയ മറുപടി സാമുവേൽ എന്ന് പറയുന്ന ഒരു പുത്രനെയാണ്. അതാണ് നന്മയാക്കി ദൈവം മാറ്റും. പക്ഷെ ഒരു കാലഘട്ടമുണ്ട്, ചെറിയ പരീക്ഷണങ്ങളുടെ, പ്രതിസന്ധികളുടെ, പ്രശ്നങ്ങളുടെ, തകർച്ചകളുടെ, പരാജയങ്ങളുടെ. ഈ ഒരു കാലഘട്ടത്തെയും ദൈവം നന്മയാക്കി മാറ്റുമെന്ന് നമ്മുടെ ദമ്പതികൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ ദൈവതിരുസന്നിധിയിൽ എടുത്ത പ്രതിജ്ഞ, അത് കൂദാശ അല്ലെ ദൈവവിളി, ഇത് ശ്രേഷ്ഠമായിട്ട് ജീവിക്കുവാൻ അവരെ ദൈവം കൃപ നൽകുന്നു. സ്നേഹം നൽകാനും ജീവൻ നൽകാനും വേണ്ടി ദൈവം വിവാഹമെന്ന കൂദാശയിലൂടെ ഒന്നിപ്പിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും അവരെക്കാലത്തേക്കും ഒന്നാണ്. അവർ സിംഗിൾ ഫ്ലഷ് ആണ്, ഏക ശരീരമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഭയുടെ നിഘണ്ടുവിൽ അല്ലെങ്കിൽ സഭയുടെ ഡിക്ഷണറിയിൽ ഇല്ലാത്തൊരു വാക്കും കൂടെ ഉണ്ട്, ഡിവോഴ്സ്. കാരണം വിവാഹമെന്ന കൂദാശയിലൂടെ ഏക ശരീരമായി തീർന്നിരിക്കുന്ന ഭാര്യയും ഭർത്താവും എക്കാലത്തേക്കും സഭയെ സംബന്ധിച്ച് ഏക ശരീരമാണ്, ദൈവത്തെ സംബന്ധിച്ച് ഏക ശരീരമാണ്. ഒരു പാവമാണ്. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് എന്ന് പറയുന്നത് സഭയിൽ ചേർക്കപ്പെടാത്ത ഒരു വാക്കാണ്. നമ്മുടെ പൗരോഹിത്യമായിട്ട് ചേർത്ത് വെച്ച് ഇതിനെ ധ്യാനിക്കുന്നത് നല്ലതാണ്. എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എല്ലാവർക്കും. നമ്മൾ പൗരോഹിത്യ പട്ടം സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളെ ആരുടെ ക്രമത്തിലാണ് പുരോഹിതൻ എന്ന് വിളിക്കുന്നത്? മെൽക്കിസെദെക്കിന്റെ ക്രമം നിത്യ പുരോഹിതൻ എന്നാണ് വിളിക്കുന്നത്. നിത്യമായ പുരോഹിതൻ. ഇനി പട്ടം ഉപേക്ഷിച്ച് പോകാൻ ഒരു ആഗ്രഹമുണ്ടായി പട്ടം ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മുടെ പിന്നാലെ വരുന്ന ഒന്നുണ്ട്, അത് ഈ പൗരോഹിത്യം എന്ന കൂദാശയിലൂടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ആ കൃപാവരമാണ്. അത് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ട്. നമുക്ക് വിലക്ക് ഏർപ്പെട്ടിരിക്കുന്നത് ഈ ശുശ്രൂഷയിൽ നിന്നാണ്. അതുപോലെ തന്നെ നിത്യമായും എക്കാലത്തേക്കും വേണ്ടി വിവാഹം എന്ന കൂദാശയിലൂടെ ഭാര്യ ഭർത്താക്കന്മാർ ഒന്നായി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. അവരെത്ര കണ്ട് ഈ വിവാഹം എന്ന കൂദാശയിൽ നിന്ന് മാറിപ്പോകാൻ, എന്ന് വെച്ചാൽ വിവാഹ ബന്ധത്തിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ശ്രമിച്ചാലും ഈ കൂദാശയുടെ ഒരു നിത്യമായി അവർ ഒരുമിപ്പിച്ചിരിക്കുന്നു. നിത്യമായും അവർ ഒരു ശരീരമായിരിക്കും ദൈവ തിരുമുമ്പാകെ. എപ്പോഴും ഒരു ചെറിയൊരു സംഭവം പെട്ടെന്ന് ഓർമ്മ വരുവാണ്. ഈ നിത്യമായിട്ടുള്ളൊരു കൂദാശയാണെന്നുള്ളതിൻ്റെ ഒരു ബോധ്യമാണ്. ഞാനായിരുന്ന ഒരു ഇടവകയല്ല, അവിടെ ഒരു പള്ളിയിൽ, ഇവിടെ ചുറ്റുവട്ടത്തുള്ള ഒരു കുടുംബത്തിലൊരു പ്രതിസന്ധി വന്നു. ഞാനതിനെക്കുറിച്ച് അറിഞ്ഞില്ല. നാട്ടുകാർ വഴി ഞാനതിൽ ഇടപെട്ടു. ഒരു പ്രശ്നം, അതായത് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു പയ്യൻ, അവന് ഈ മാനസിക പ്രശ്നം ഉണ്ടെന്നറിയാതെയാണ് ഈ പെൺകുട്ടി വിവാഹിതയായത്. ഇവിടെ നല്ല നിലയിലൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയാണ്, നല്ലൊരു ഗവൺമെൻറ് ജോലിയൊക്കെ ഉണ്ട്. ഇവന് ജോലിയില്ല, നല്ല വലിയൊരു കുടുംബത്തിലെയൊക്കെയാണ്. മാനസികമായിട്ട് ചില പ്രതിസന്ധികളും അവൻ നേരിടുന്നുണ്ട്. അവളൊരു 1-2 വർഷമൊക്കെ ഇവനെ സഹിച്ചു.
പക്ഷെ ഈ സമയങ്ങളിലൊക്കെ തന്നെ ഇവൻ അവളെ വല്ലാണ്ട് ദ്രോഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ അവസാനം ഇവള് വീട് വിട്ടിറങ്ങി അവളുടെ വീട്ടിലോട്ട് പോയി. അങ്ങനെ വന്നപ്പോഴാണ് നാട്ടുകാരൊക്കെ കൂടി പറഞ്ഞ എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് യോജിപ്പിക്കാൻ. ഞാൻ നാളുകൾ പരിശ്രമിച്ചു, ഇവളുടെ വീട്ടിൽ പോയി പലവട്ടം വിളിച്ചു. അങ്ങനെ ഒരു 3-4 മാസക്കാലം ഞാൻ പരിശ്രമിച്ചിട്ടും ഇത് കൂട്ടിച്ചേർക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനിത് ഉപേക്ഷിച്ചു. ഈ ഒരു കാര്യം ഫോൺ വിളികൾ ഉപേക്ഷിച്ചു. അതിനുള്ള പ്രതീക്ഷയും എനിക്ക് 100% നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ട സമയത്ത് അതിങ്ങനെ ഞാൻ പിന്നെ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നു. ഒരു ദിവസം ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഈ പെൺകുട്ടിയുടെ കോള് വരികയാണ്. അവസാന സമയങ്ങളിലൊക്കെ ഞാൻ വിളിക്കുന്നത് എടുക്കാൻ പോലും അവൾ മടിച്ചിരുന്നു. കാരണം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തിരിച്ചു വരാനാണെന്നുള്ളത് അറിയാവുന്നു. പക്ഷെ അവൾ എന്നെ തിരികെ വിളിക്കുകയാണ്. ഞാൻ ഫോൺ എടുത്തു, വണ്ടി ചേർത്തു, ഫോൺ എടുത്ത സമയത്ത് ഇവള് പറയാണ്, ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുവാ അച്ഛാ എന്ന് പറയാനാണ് അവൾ. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? എനിക്ക് ഒത്തിരി സന്തോഷമായി. എന്ത് പറ്റി? വരാനുള്ളതിൻ്റെ കാരണം എന്താണ്? വരാനുള്ള കാരണം അവൾ പറഞ്ഞത് ഇതാണ്: ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ തുറന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ബൈബിളിൽ കിട്ടിയ ഭാഗം മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പറയുന്ന കാര്യമാണ്. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. അച്ഛൻ ഇത് വന്നു പറഞ്ഞപ്പോഴും കാർന്നോന്മാർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ വചനത്തിന്റെ ബോധ്യം കിട്ടിയില്ല. എന്നാൽ ദൈവം തമ്പുരാൻ തന്നെ ഇന്ന് പ്രാർത്ഥനയിലൂടെ ഈ ഒരു വചനം എനിക്ക് തന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്ത തെറ്റിനെ കുറിച്ച്. അതുകൊണ്ട് എൻ്റെ ഭർത്താവിൻ്റെ കുറവുകളോടുകൂടെ അവനെ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനിയൊരു പ്രതിസന്ധി ഉണ്ടായാലും അവനെ വിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് അവള് തിരികെ വരാൻ തയ്യാറായി. അപ്പം ഈ പൗരോഹിത്യം പോലെ തന്നെ നിത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ദൈവം നൽകുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്നാൽ ദൈവദർശനത്തിൽ ശക്തമായൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് നിലനിൽക്കും. ഇന്ന് സന്തോഷം എന്ന് പറയട്ടെ, ആ പെൺകുട്ടി ഇന്ന് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ വേണ്ടി തയ്യാറായിട്ട് വരികയാണ്. അവർ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഈ ഡിവോഴ്സിനെ ഇതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം നമ്മൾ പറഞ്ഞു, വിവാഹം എന്നുള്ളത് ദൈവം നടത്തുന്ന ഒരു കാര്യമാണ്. നമ്മൾ അതിലേക്ക് കടക്കുന്നു എന്ന് മാത്രമുള്ളൂ. ദൈവം നമുക്കൊരു ഇൻവിറ്റേഷൻ തരുന്നു, അതിലേക്ക് കടക്കുക, ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യം എന്ന ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഈവൻ മാതാപിതാക്കളുടെ ഭാഗത്തുനിന്നും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ചേർന്ന് പോകാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുവാണെങ്കിൽ ഉടനെ ചിന്തിക്കുന്നത് എന്താ, എന്നാൽ ഒരുമിച്ച് ജീവിക്കണ്ട, ചേർന്ന് പോകാൻ പറ്റില്ലെങ്കിൽ ഡിവോഴ്സ് നടത്തുക. ഈവൻ മാതാപിതാക്കൾ മക്കളോടും ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും, നിനക്ക് ആ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നീങ്ങ് പോര്. അപ്പൊ അതിലേക്കൊരു ചിന്ത വരുന്നുണ്ട്. പക്ഷെ ഇവിടെ ഡാനിയൽ അച്ഛൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അച്ഛൻ ഇങ്ങനെ എക്സാമ്പിൾ പോലെ എക്സാമ്പിൾ പറഞ്ഞ അച്ഛൻ പറയാ, എൻ്റെ നാട്ടില് നല്ല സൽസ്വഭാവിയായിട്ടുള്ള ഒരു മനുഷ്യൻ, കുടിക്കില്ല, വലിക്കില്ല, ഒന്നുമില്ല, നല്ല ഉദ്യോഗം, നല്ല വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്. വേറൊരുത്തൻ, അവൻ അത്യാവശ്യം ദുശീലങ്ങളെല്ലാം ഉണ്ട്, എപ്പോഴും തല്ലുപിടിച്ച് നടക്കുന്നവൻ. ഇങ്ങനെ 2 പേരുണ്ടെന്ന് വെച്ചോ. മനുഷ്യന്റെ മാനദണ്ഡം അനുസരിച്ച് ഈ സൽസ്വഭാവിയായ മനുഷ്യന് ഒരു ഭാര്യയെ കണ്ടെത്തണമെങ്കിൽ എന്തായിരിക്കും ചിന്തിക്കുക? അതുപോലെ സൽസ്വഭാവിയായ ഒരു പെണ്ണ്. മറ്റേ താന്തോന്നിയായവനോ, അവനൊരു ഇച്ചിരി പിടിപ്പുകേട്ടുള്ള ഒരു പെണ്ണിനെ ആയിരിക്കും ചിലപ്പോൾ ആൾക്കാരെ നോക്കുക, ഇച്ചിരി കുറവുള്ള പെണ്ണിനെ. പക്ഷെ ദൈവം ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല എന്ന് പറയും. ദൈവം ചിലപ്പോൾ തീരുമാനിക്കുന്നത്, ആ നാട്ടിലെ ഏറ്റവും കൊള്ളരുതാത്തൊരു പെണ്ണുണ്ടെങ്കിൽ അവളെ കൊണ്ടുപോയി സൽസ്വഭാവിയായ ആളെ കിട്ടിക്കും. മറിച്ച് തിരിച്ചു ദൈവം ചിലപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതായിരിക്കാം. ദൈവം അങ്ങനെ അവരെ ഒന്നിപ്പിക്കുമ്പം ദൈവത്തിന് അതിന്റെ മുന്നിൽ ഒരു പദ്ധതിയുണ്ട്. കാര്യം ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ദൈവമാണ് വിവാഹം നടത്തുന്നത്. മനുഷ്യന്റെ കണ്ണിലൂടെ നോക്കുമ്പം ഇവരൊരിക്കലും ചേർന്ന് പോകില്ല, അത് ഡിവോഴ്സിലേക്ക് നടക്കട്ടെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം, ദൈവമാണ് വിവാഹം നടത്തുന്നത്. ദൈവമാണ് ഈ വരനെ അല്ലെങ്കിൽ ഈ വധുവിനെ അല്ലെങ്കിൽ ഈ ജീവിത പങ്കാളിയെ എനിക്ക് തന്നതെന്നുള്ള ബോധ്യം വേണം. ഈ ബോധ്യം വരിക മാത്രമല്ല, നമുക്കറിയാം കുടുംബജീവിതം ആരംഭിക്കുന്നത് അൾത്താരയിൽ നിന്നാണ്. നമുക്കറിയാം അവിടെ നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു വചനഭാഗമാണ് സഭാപ്രസംഗന്റെ പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനം. ഒറ്റയ്ക്കിരിക്കുന്നത് നല്ലതല്ല. ആ വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഒരാൾക്ക് തന്നെ എന്നെ കീഴ്പ്പെടുത്താൻ പറ്റും. 2 പേരുണ്ടെങ്കിൽ ചെറുത്ത് നിൽക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ 2 പേരിരിപ്പുണ്ട്, ഒരാൾ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ നമുക്കൊന്ന് ചെറുക്കാൻ പറ്റും. പക്ഷെ മുപ്പിരി ചരട് നമുക്ക് എളുപ്പത്തിൽ അഴിക്കാൻ പറ്റില്ല. മുപ്പിരി ചരട് എന്ന് പറയുമ്പോൾ 3 ചരടുകൾ കൂട്ടിക്കെട്ടിയത് അഴിക്കാൻ അത്ര എളുപ്പമല്ല. വിവാഹ ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതം ഇങ്ങനെ ആയിരിക്കണം. അവിടെ മുപ്പിരി ചരട് എന്ന് പറയുമ്പോൾ എന്താ, ഒരു ചരട് ഭാര്യ, മറ്റേ ചരട് ഭർത്താവ്, 3-ാമത്തെ ചരട് ദൈവം. അതുകൊണ്ടാണ് ഫുൾട്ടൻ പറയുന്നത് 3 to get married. 3 പേർ വിവാഹിതരായാൽ, അതായത് വിവാഹത്തിൽ ഈ 3 പേരുടെയും കൂടെ സംയോജനമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് അത് കൂദാശയാണെന്ന് പറയുന്നത്. നമ്മുടെ ഈ മനോഹരമായ ഒരു കുടുംബജീവിതം എല്ലാവരും നയിക്കണം.
ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് ഡിവോഴ്സ് എന്നുള്ളത്. ദൈവം ആഗ്രഹിക്കുന്നില്ല. നിനക്ക് തന്ന ഭാര്യ, ഭർത്താവ് ഒരിക്കലും പൂർണ്ണനല്ല. അവന് പല കുറവുകളുമുണ്ട്. ആ കുറവുകൾ അംഗീകരിച്ചുകൊണ്ട് ആ ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ സ്നേഹിക്കുമ്പോഴാണ് ആ ഭാര്യയോ ഭർത്താവിനെ തന്ന ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തുള്ളൂ. ദൈവം ആഗ്രഹിക്കുന്നതും അതാണ്. അപ്പോൾ ഒരു മനോഹരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഭർത്താവിന് എന്തെല്ലാം കുറവുണ്ടായിക്കോട്ടെ, ആ ഭർത്താവിനെ സ്വീകരിക്കാനുള്ള എല്ലാ കൃപകളും ദൈവം തരും. വിശ്വാസിയായ ഭാര്യയിലൂടെ അവിശ്വാസിയായ ഭർത്താവ് ശുദ്ധീകരിക്കപ്പെടണം. അവിശ്വാസിയായ ഭാര്യ വിശ്വാസിയായ ഭർത്താവിലൂടെ വിശുദ്ധീകരിക്കപ്പെടണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്ന കുടുംബജീവിതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പം ചെറിയൊരു പാട്ടുപാടി നമുക്ക് അവസാനിപ്പിച്ചാലോ? കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം, കർത്താവ് നാഥനായ കുടുംബം, ഞങ്ങളുടെ കുടുംബം, യേശുവിൻ കുടുംബം, ഞങ്ങളുടെ നാഥൻ യേശുനാഥൻ. പിണക്കമില്ല, വാശിയുമില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. പിണക്കമില്ല, വാശിയുമില്ല, ക്ഷമ ഞങ്ങൾ തൻ വിജയമന്ത്രം. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നായി വളരുന്നു. കൂട്ടായി പ്രവർത്തിച്ച് കൂട്ടായി സ്തുതി ചൊല്ലി ഒന്നായി വളരുന്നു. ഏവർക്കും മനോഹരമായ ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു. അൾത്താരയോട് ചേർന്ന് കുടുംബജീവിതം നയിക്കുക. ദൈവം അനുഗ്രഹിക്കും. നിങ്ങളുടെ കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്നത് അൾത്താരയിൽ നിന്നാണ്. ആ അൾത്താരയോട് ചേർന്ന് നിൽക്കുക. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കുടുംബജീവിതത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്തെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ഏവർക്കും നല്ല കുടുംബജീവിതം ആശംസിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.